വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് പോപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് കേക്കിന് മാച്ചായിട്ട് ഈ ഒരു കേക്ക് പോപ്സ് നിങ്ങൾക്ക് ചെയ്തിട്ട് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക് എന്തെങ്കിലും കാരണവശാൽ ശരിയായിട്ടില്ലെങ്കിൽ ആ കേക്കിനെ നമുക്ക് കേക്ക് പോപ്സ് ആക്കിയിട്ട് മാറ്റാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കിന് ഞാനിട്ട സെയിം ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മേലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് ചോക്ലേറ്റ് കേക്ക് വേണ്ട, വനില കേക്ക് വേണം, അല്ലെങ്കിൽ സ്ട്രോബെറി കേക്ക് വേണം, റെഡ് വെൽവെറ്റ് വേണം, ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു കേക്ക് ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത്. പക്ഷേ ചില സമയത്ത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ നടുഭാഗം പൊങ്ങാതെ കുഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ കേക്കിൻ്റെ സൈഡൊക്കെ ബേണായി പോവുകയാണ്, അല്ലെങ്കിൽ കേക്ക് ക്രാക്ക് ആവുകയാണ് എന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ കേക്ക് കളയൊന്നും വേണ്ട. നിങ്ങൾക്ക് അതിനെ എളുപ്പത്തിൽ തന്നെ കേക്ക് പോപ്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇതിപ്പം സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ സൈഡൊന്നും കളയുന്നില്ല, അടിഭാഗമൊന്നും കളയുന്നില്ല. ഒരു ബൗളിലിട്ടിട്ട് കൈകൊണ്ട് കേക്ക് ഇതുപോലെ പൊടിച്ച് ക്രംസ് ആക്കി എടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കേക്ക് സൈഡിൽ ഹാർഡാണ് അല്ലെങ്കിൽ അടിഭാഗത്ത് ഹാർഡാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് വേണം കേക്ക് ഇതുപോലെ പൊടിക്കാനായിട്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപ്ഡ് ക്രീമാണ്. ഒരുപാടൊന്നും വേണ്ട, നമുക്കൊരു 1/4 കപ്പോ 1/2 കപ്പോ ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം മതിയാവും. ആവശ്യത്തിനനുസരിച്ചിട്ട് വിപ്പിംഗ് ക്രീം ഈ ഒരു കേക്ക് പൊടിച്ചതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. ഈ വിപ്പിംഗ് ക്രീം ചേർത്ത് കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കേക്കിൻ്റെ ക്രംസ് നല്ല മോയ്സ്റ്റായിട്ട് സോഫ്റ്റായിട്ടിരിക്കും. ഒരുപാട് വിപ്പിംഗ് ക്രീം ചേർക്കരുത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കുത്തുന്ന കോലിൻ്റെ മേലെന്ന് ഈ ഒരു കേക്ക് പോപ്സ് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാകത്തിലായി കിട്ടും. നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ആ ഒരു പ്ലേഡോ അല്ലെങ്കിൽ ഒരു സാൻഡൊക്കെ ഇല്ലേ, അതുപോലെ ആയി കിട്ടും. ഈ ഒരു പാകം ആവുന്നത് വരെ കുഴയ്ക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറുള്ള വിപ്പിംഗ് ക്രീം ഇതിൽ മിക്സ് ചെയ്യാവുന്നതാണ്. ചോക്ലേറ്റ് കേക്കാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനൊരു ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മെഷർ ചെയ്തിട്ട് എടുക്കുകയാണ്. ഓരോ കേക്ക് പോപ്സിനും ഞാൻ ഇതുപോലത്തെ 2 ടേബിൾ സ്പൂണിൽ നിന്ന് വടിച്ചിട്ടാണ് അളന്നിട്ട് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ മെഷർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പോപ്സൊക്കെ ഒരേ വലുപ്പത്തിലായിരിക്കും ഉണ്ടാവുക. നന്നായിട്ട് കയ്യിലിട്ടിട്ട് ഉരുട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. ക്രാക്കൊന്നുമില്ലാതെ ഇതുപോലെ സ്മൂത്തായിട്ട് ഉരുട്ടിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സ്പഞ്ച് 1/2 കിലോ കേക്ക് ഉണ്ടാക്കുന്ന മെഷർമെൻറ്റിലുള്ളതാണ്. മുന്നേറ്റ ബ്ലാക്ക് ഫോറസ്റ്റ് റെസിപ്പീൻ്റെ നേരെ പകുതിയാക്കിയിട്ടാണ് എല്ലാ മെഷർമെൻറ്റും എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് എനിക്ക് 14 ബോൾ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ വിരിച്ചിട്ടുള്ള ഒരു പ്ലേറ്റിൽ വേണം നിങ്ങൾ ഇത് വെക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പോവും. 100 ഗ്രാം ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. നമുക്കിത് ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഓവനിലാണ് മെൽറ്റ് ചെയ്യുന്നത്. 20 സെക്കൻഡിൻ്റെ ഗ്യാപ്പിൽ വെച്ചിട്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യും. വീണ്ടും 20 സെക്കൻഡ് ഓവനിൽ വെക്കും. വീണ്ടും മിക്സ് ചെയ്യും. വീണ്ടും 20 സെക്കൻഡിൽ ഓവനിൽ വെക്കും. അങ്ങനെ ഇത് മെൽറ്റ് ആവുന്നവരെ ആക്കിയിട്ടുണ്ട്. ഓവൻ ഇല്ലാത്തവർ നല്ല തിളച്ച വെള്ളത്തിൻ്റെ മേലെ ഈ ഒരു ബൗൾ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയാൽ മതി. അതുപോലെ തന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റും ഇതേ മെത്തേഡിൽ മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. രണ്ടും കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. കോമ്പൗണ്ട് ചോക്ലേറ്റ് മാത്രമേ ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ ഒരു കേക്ക് പോപ്സിൻ്റെ സ്റ്റിക്ക് നിങ്ങൾക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബാർബക്യൂവിൻ്റെ ബാംബൂ സ്റ്റിക്കില്ലേ, അതാണ്. ആ സ്റ്റിക്ക് ഞാൻ എൻ്റെ സൈസിനനുസരിച്ചിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റിലൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് കേക്ക് പോപ്സിൻ്റെ അകത്തേക്ക് ഇതുപോലെ കുത്തിയിറക്കണം. കുത്തിയിറക്കുന്ന സമയത്ത് ഈ കേക്ക് പോപ്സ് ക്രാക്ക് വരാതിരിക്കാനും ഷേപ്പ് അടിഭാഗത്ത് പരന്നു പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മുടെ മേലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഇല്ലേ, അതെന്തെങ്കിലും എക്സസ് ഉണ്ടെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കളയണം. അപ്പോഴേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ നമ്മുടെ കേക്ക് പോപ്സ് ചോക്ലേറ്റിൽ മുക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ ചോക്ലേറ്റിൽ മുക്കിയിട്ട് സ്റ്റിക്ക് വെക്കുന്നത് ഈ ഒരു സ്റ്റിക്ക് കേക്ക് പോപ്സിൻ്റെ അകത്ത് ഹോൾഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. തണുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല സെറ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ മേലെ പിടിക്കുന്ന സമയത്ത് താഴോട്ടൊന്നും വീഴുന്നില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് ഇത് നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൽ ഇതുപോലെ ഡിപ്പ് ചെയ്യുക. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മെല്ലെ തിരിച്ചു കൊടുക്കുക, ഒന്ന് ചെറുതായിട്ട് കുലുക്കി കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റൊക്കെ തിരിച്ച് ബൗളിലേക്ക് തന്നെ വീണോളും.
പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതുണ്ട്. നമ്മൾ ഉരുട്ടി വെച്ച കേക്ക് ബോക്സ് തണുപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റിൽ മുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ചൂടുള്ള മെൽറ്റഡ് ചോക്ലേറ്റിൽ ഇത് മുക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കേക്ക് ബോക്സിൻ്റെ മേലെ ക്രാക്ക് വരും. നിങ്ങൾ മുക്കുന്ന സമയത്ത് നല്ല ഫിനിഷിംഗ് ഉണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ അത് ക്രാക്ക് വരും. അത് ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടാണ്. അപ്പം ചൂടില്ലാത്ത മിക്സ്ചറിൽ വേണം ഇത് മുക്കാനായിട്ട്. ഇനി അഥവാ ക്രാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇത് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തിട്ടെടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേക്ക് ബോക്സിന് നല്ല കട്ടി ഉണ്ടായിപ്പോവും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ബബിൾസ് ആണ്. കേക്ക് ബോക്സിൻ്റെ മേലെ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എയർ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യരുത്. സ്വേൾ ചെയ്തിട്ട് മാത്രം ഇത് മെൽറ്റ് ചെയ്തിട്ടെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേക്ക് പോപ്സ് നമുക്ക് കുത്തനെ എവിടെയെങ്കിലും ഒന്ന് കുത്തി നിർത്തണം. ഞാൻ എടുത്തിട്ടുള്ളത് കട്ടിയുള്ള ഒരു തെർമോക്കോളിൻ്റെ ഷീറ്റാണ്. ഇതേപോലെ തന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റിലും നമ്മുടെ കേക്ക് പോപ്സ് മുക്കിയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചോക്ലേറ്റ് കേക്ക് ബോക്സിന് മേലേക്ക് കോരി ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബൗളിലേക്ക് തന്നെ ആക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പകുതി നമ്മുടെ കേക്ക് ബോക്സ് ഒരു തെർമോക്കോളിൻ്റെ മേലെ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ഞാൻ 2 ഐസിങ് ബാഗിലാക്കിയിട്ടുണ്ട്. അത് ചെറുതായിട്ട് അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റിൻ്റെ മേലെ ഡാർക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ആയിട്ട് ഞാനിങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇനി നിങ്ങൾക്ക് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ആവുന്നതിന് മുന്നേ, അതായത് ഹാർഡ് ആവുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഷേക്ക് ചെയ്ത പാടെ തന്നെ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ള കേക്ക് പോപ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൽ ഫുഡ് കളർ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കേക്ക് പോപ്സ് ഡിപ്പ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.